നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കാവുന്നിടത്ത് ആണ് സൗഹൃദം ഉത്കൃഷ്ടമാകുന്നത്. നിങ്ങളുടെ കൂടെ തുടരാൻ ഒരിക്കലും നിങ്ങളുടെ നല്ല വശങ്ങൾ ആരെയും കാണിക്കരുത്. നിങ്ങളുടെ മോശം വശം കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിൽക്കട്ടെ. ആളുകൾ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയാൽ വിഷമിക്കേണ്ട. അതിനർത്ഥം അവർക്ക് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. സൗഹൃദം ചിലപ്പോൾ ഒരു അത്ഭുതമാണ്. എന്നും കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞ് കൂടെ കൂടിയവർ ജീവിതത്തിന്റെ ഏറ്റവും വിഷമഘട്ടത്തിൽ നമ്മെ വിട്ടകന്നു പോകും. ചിലപ്പോൾ എങ്ങു നിന്നാണോ അറിയാതെ പെട്ടെന്നൊരുനാൾ കയറിവന്ന ചിലർ അവസാനം വരേക്കും കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യം എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. നിശബ്ദത വലിയ ശക്തിയുടെ ഉറവിടമാണ്. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലം നിർണ്ണയിക്കുന്നു. പഠിക്കുക 100 വാക്കിൽ ഉത്തരം എഴുതാനല്ല, മറിച്ച് ഒരു ചോദ്യം എങ്കിലും തിരിച്ചു ചോദിക്കാൻ. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. പക്വത എന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവല്ല, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള കഴിവാണ്. എപ്പോഴും തിരക്കുള്ളവർ സന്തോഷവാന്മാരായിരിക്കും. കാരണം അവർക്ക് മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കാൻ സമയം ഇല്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ വിഷയദാരിദ്ര്യം വന്നില്ലെങ്കിൽ, അതായത് ഇടമുറിയാതെ സംസാരിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ ഇഷ്ടം ഉടലെടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ജീവിതം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. തൊട്ടാൽ വാടുമെന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത്. നിങ്ങൾക്ക് വേദനിക്കും എന്നറിയുന്നതുകൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്. പ്രശ്നങ്ങളിൽ പതറാതെ അതിന്റെ കാരണവും പരിഹാരവും തേടണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ മുൻകരുതലും മുന്നൊരുക്കവും എങ്ങനെ വേണമെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിപ്പിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും. പനിനീർ പൂക്കളെ ആഗ്രഹിക്കുന്നവർ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകളെ മറക്കരുത്. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലതൊക്കെ പ്രതീക്ഷിക്കാതെ നമ്മളെ തേടിവരും. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ്. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും പ്രശംസ ലഭിക്കാനും വേണ്ടി അധികം ഒന്നും ചെയ്യില്ല. ഒരു പൂവിന്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്തപ്പോൾ അത് ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മൾ ഒന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രം. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിന്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖ അനുഭവങ്ങൾ. വിജയത്തിന് എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാട് മനസ്സിലാക്കാനും ആ വ്യക്തിയുടെയും അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം വീക്ഷണകോണിൽ നിന്നും ഒരുപോലെ കാര്യങ്ങളെ നോക്കിക്കാണാനുമുള്ള കഴിവിലാണ്. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എങ്കിൽ നമുക്കും ഒരു ദിവസം ഉണ്ടാകും. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും. നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. ദാരിദ്ര്യം ധീരത കൊണ്ടും, പഴയ വസ്ത്രം വൃത്തി കൊണ്ടും, രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും, സൗന്ദര്യമില്ലായ്മ സ്വഭാവഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാക്കുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത്.
നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നിടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും അതിൽ ആരാണോ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയുമെന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ്. ഓരോ തിരസ്കാരവും ഉയരാനുള്ള വാശി നമ്മൾ നിറക്കുകയും ചെയ്യുന്നു. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിൽ ഒരു വിങ്ങലാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതയും ആ അസ്വസ്ഥതയും അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയൂ. സ്വപ്നം കാണുക. ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. സങ്കടങ്ങൾ മനസ്സിൽ നിറയുമ്പോഴും കണ്ണുകൾ തുളുമ്പാതെ പുഞ്ചിരി തൂകാൻ കഴിയുന്ന മനസ്സിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീടൊരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. നമുക്കെല്ലാവർക്കും തുല്യ കഴിവുകളില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ തുല്യ അവസരമുണ്ട്. ജീവിതം ജീവിക്കാൻ ഉള്ളതാണ്, മറ്റുള്ളവരെ ദ്രോഹിച്ചല്ല, മറിച്ച് നന്മകൾ ചെയ്ത്. ഒരാളെയും ഇല്ലാതാക്കാൻ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല. ഏറ്റവും ദുർഘടങ്ങളായ പ്രതിസന്ധികളിൽ പോലും ശാന്തമായി പ്രതികരിക്കാൻ നാം ശ്രമിക്കണം. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്. പ്രതിസന്ധികൾ ആവശ്യമാണ്. അത് ഉണ്ടാകുമ്പോൾ ആണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും. ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും. ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ്. ഓരോ തിരസ്കാരവും ഉയരാനുള്ള വാശി നമ്മൾ നിറക്കുകയും ചെയ്യുന്നു. ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല. കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല. വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും. ജയിക്കുന്നവർ തോൽവിയെ ഭയപ്പെടുന്നില്ല. എന്നാൽ പരാജിതർ പരാജയം അനിവാര്യമാണെന്ന കാര്യം മറന്നു പോകുന്നു. നിങ്ങൾ തോൽവിയിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ വിജയം നിങ്ങളിൽ നിന്നും അകന്നു പോകും. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. ചില മനുഷ്യന്മാരുണ്ട്, അവർ വന്നതിന് ശേഷമേ നമ്മളറിയൂ. അവർക്ക് മാത്രമായി പൂരിപ്പിക്കാവുന്ന ഒരു ശൂന്യത ഇത്രയും കാലം നമ്മുടെ ഉള്ളിൽ ബാക്കി ഉണ്ടായിരുന്നു എന്ന്. എത്ര നേരം ഉറങ്ങിയാലും അലാറത്തിനു ശേഷമുള്ള ഉറക്കമാണ് ശരിയായ ഉറക്കം. നിങ്ങളുടെ മുഖത്ത് ഭയം നിൽക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയുന്നത് പോലെയുള്ള ഓരോ അനുഭവത്തിലൂടെയും നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ ഭയം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നീട് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകും. പണം ആണ് സ്നേഹം. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ബന്ധങ്ങളും സൗഹൃദങ്ങളും, എന്തിനേറെ രക്തബന്ധങ്ങൾ പോലും. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല, ചേർന്ന് പോകുന്ന മനസ്സ് വേണം. അല്ലെങ്കിൽ എത്ര നടന്നാലും ഒറ്റയ്ക്ക് നടന്നതുപോലെ ആകും. തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെടുവാണെന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതമാക്കുന്നത്. അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാണ്. നമുക്ക് എന്തെല്ലാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കാൻ പഠിക്കുക. മറ്റുള്ളവർ എന്ത് പറയും എന്നതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുക. ജീവിതം മനോഹരമാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. തേടിപ്പോകാതെ തേടി വരുന്നവരെ ചേർത്ത് പിടിച്ചാൽ മതി. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു.
ഒരു പെണ്ണ് ഒരു ആണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആണ് ഒരു പെണ്ണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ ആവില്ല എന്നാണ്. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും. കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കനായിരിക്കും. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്.